എല്ലാവരുടെയും രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇലയൊക്കെ കാലിയായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വയറൊട്ടിക്കിടക്കണു, കുഞ്ഞിപ്പെണ്ണിൻ്റെ വയറൊട്ടിക്കിടക്കുന്നു എന്ന്. അത് ഭക്ഷണം കൊടുക്കാഞ്ഞിട്ടല്ല കേട്ടോ, അവളുടെ വയറ് അങ്ങനെ എപ്പോഴും ഒട്ടിയേ കിടക്കുള്ളൂ. അവൾ ഗർഭിണിയായിരുന്നപ്പോൾ മാത്രമാണ് അവളുടെ വയറ് വീർത്തിരുന്നിട്ടുള്ളൂ. അവളുടെ ദേഹത്തിനൊക്കെ നല്ല വണ്ണുണ്ട്, വയറ് അങ്ങനെ കിടക്കുള്ളൂ. അതിപ്പോൾ ചിണ്ടൻ്റെ അതെ, അവൻ എത്ര ഭക്ഷണം കഴിച്ചാലും വയറ് ഒട്ടി തന്നെ കിടക്കുള്ളൂ. ചില പൂച്ചകളുടെ അങ്ങനെയാണ്, രോമമൊക്കെ കുറവുള്ള പൂച്ചകളുടെ അങ്ങനെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഭക്ഷണം കൊടുക്കണ പോലെ ആരെങ്കിലും കൊടുക്കണ്ടോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മാസമല്ല, ഒരാഴ്ചയിൽ 5-6 കിലോ മീൻ വാങ്ങിക്കും. പിന്നെ കണ്ടോ, ഇതുപോലെ പാത്രങ്ങളിൽ എപ്പോഴും നിറച്ച് വെച്ചിട്ടുണ്ടാവും. ഏത് പൂച്ചകൾക്കും കഴിക്കാം. ഇതൊന്നും ഞാൻ വളർത്തിയ പൂച്ചകളൊന്നുമല്ല, ഏതോ അമ്മപ്പൂച്ച മക്കളെ ഇവിടെ കൊണ്ടിട്ടിട്ട് പോയി. പിന്നെ ഞാൻ അവരെ സംരക്ഷിച്ച് നോക്കി. ഇത് കണ്ടോ, 7 കിലോ ഡ്രൂൾസാണ് ഈ വാങ്ങിച്ച് വെച്ചേക്കുന്നത്. ഇത്രയും വലിയ ബക്കറ്റ് നിറച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഏത് പൂച്ചകൾക്കും കഴിക്കാം. പുറത്തൊരു 2-3 പാത്രത്തിൽ നിറച്ച് വെക്കും. അങ്ങനെ ആർക്ക് വേണമെങ്കിലും വന്ന് കഴിക്കാം. അങ്ങനെയാണ് ഞാൻ വെക്കുക. അല്ലാതെ ഞാൻ ഭക്ഷണം കൊടുക്കാത്ത ആളല്ല കേട്ടോ. ആ കമൻ്റ് ഇട്ട ആളൊന്ന് കേട്ടെങ്കിൽ സന്തോഷമായോ എനിക്ക്. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട്. അങ്ങനെ എല്ലാ മൃഗങ്ങൾക്കും ഞാൻ പുറത്തും ഭക്ഷണം വെക്കും. ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ വന്നിട്ട് അകത്തും വെക്കും, പുറത്തും വെക്കും. വെള്ളം കൊടുക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ വെള്ളം പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കമൻ്റ് ഇട്ട ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ്.